നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കത്തുന്ന സൂര്യനെ സാക്ഷിയാക്കി തൃശൂർ പൂരക്കടലായി മാറി. കടുത്ത ചൂടിനെ അവഗണിച്ചും പതിനായിരങ്ങളാണ് തൃശൂർ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളവും പൂരപ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കിയും കുടമാറ്റം 15 മിനിറ്റായി പരിമിതപ്പെടുത്തിയുമാണ് ഇത്തവണ പൂരം ആഘോഷിച്ചത്. പാലക്കാട് ഗുരുവായൂർ പാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി വാടനാകുറിശി മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് മൂലമുള്ള തടസ്സങ്ങൾ ഇല്ലാതായെങ്കിലും പാലത്തിന്റെ വീതി കുറവ് വലിയ വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുന്നതിന് തടസ്സമാകുമെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണമാണ് നടന്നതെന്നാണ് ആരോപണം. പാഞ്ഞാൽ വാഴാലിപ്പാടത്ത് യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കള്ളുഷാപ്പിന് സമീപം താമസിക്കുന്ന കുമ്മുള്ളിയിൽ കാട്ടിൽ സുരേഷ് കുമാറാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരമായിട്ടും പുറത്ത് കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുതിയ കൊച്ചിൻ പാലത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് വൻ ഭീഷണി ഉയർത്തുന്നു. പാലത്തിന്റെ വിവിധ തൂണുകൾക്ക് മുകളിലായി രൂപപ്പെട്ടിട്ടുള്ള വിള്ളലുകളിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് പതിവാകുകയാണ്. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതും കുഴികളിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നതും സ്ഥിതി വഷളാക്കുന്നതായും മഴക്കാലത്തിനു മുമ്പായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.